Thug Life, June 5th, Maniratnam, Rahman, Ravi K. Chandran, Anbarivu, STR, Abhirami, Ashok, Joju, Nasar Bhai, ഇനിയും ഒരുപാട് പേരുണ്ട്. തൃഷ, സോ ഇത്രയും പറഞ്ഞാൽ മതി. യു സീൻ ദ റെസ്റ്റ്. ആൻഡ് ഐ എം ഇപ്പോൾ ഇവരെല്ലാവരും പറയുകയാണ് എനിക്ക് ഇവർ നല്ല ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ലൈഫ് ടൈം കുറച്ച് നീണ്ടുപോയെന്നല്ലാതെ എനിക്കും ഇത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ടാലൻറ്റഡ് നെക്സ്റ്റ് ജനറേഷനുമായിട്ട് മത്സരിക്കുന്നത് എനിക്കിഷ്ടമാണ്. തോറ്റുപോയാലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് ദി mindset of an elder brother, if you are even younger, of a father. So I like this. I will continue doing this. I'll continue bringing many more talents to discerning audience like you. Why am I doing it? Because that's what was done to me in Kerala and in Tamil Nadu by Mr. K. Balachandar. And it continues, and I want to give what I got back to every place in India, especially Kerala, because this is where I was born as a lead man in cinema. So, ആ നന്ദിയുണ്ട് എനിക്ക്. ഇங்கே இருக்கக்கூடிய தமிழ் ரசிகர்களுக்கும் ஒன்று யோசிச்சு பாருங்க. தமிழ்நாட்டிலையும் மலையாளத்தில் பேசலாம், ஆனால் ரொம்ப நேரம் பேசுனா புரியாது. இங்கே புரியும். ஸோ எல்லாரும் பக்கத்து ஸ்டேட்டில் உள்ள பாஷையை கற்றுக்குங்க. ஹிந்தி அப்புறம் பார்க்கலாம். எங்கள் பாஷை ஃபஸ்ட்டு அழிஞ்சு போகாமல் பார்க்க வேண்டியது தான் எங்கள் கடமை. அதை இந்த ஊரில் வந்து சொல்கிற தில்லு எப்படி இருக்கு தெரியுமா? நாம் அனைவருமே திராவிடர்கள், மறந்துடாதீங்க. அந்த பெருமையுடன் we offer our family Thug Life. நமஸ்காரம். കമൽ സർ, വേലു നായകർ 37 വർഷങ്ങൾക്ക് മുമ്പ് നായകനായിട്ട് മണി സാറിനോട് വന്നു. ഇവിടെ ശക്തിവേൽ നായകർ വരികയാണ്. ആ വേലു നായകരും ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ആണോ? ഇല്ല, എക്സെപ്റ്റ് ദേ ആർ ഇൻ ദ സെയിം പ്രൊഫഷൻ. പ്രൊഫഷൻ ഒന്നാണ്. ഹൗ വിൽ ലാൽ സാർ ആൻഡ് മമ്മൂട്ടി ആൻഡ് കമൽഹാസൻ ബിക്കം ദ സെയിം? വി ആർ ഇൻ വൺ പ്രൊഫഷൻ, ബട്ട് ഈച്ച് ഇസ് എ ഗ്രേറ്റ് ടാലന്റ്. You know how I slipped in my name into this, you must notice that. ആ കലാകാരന്മാരുടെ കൂടെ എൻ്റെ പേരും ചേർത്തു. ഐ എം പ്രൗഡ്. സോ നേരത്തെ പറയുകയുണ്ടായി നമ്മൾ പ്രസ് കോൺഫറൻസിൽ വെച്ചിട്ട് ലാലേട്ടനെ അളിയ എന്നാണ് വിളിച്ചത്. അതെ അതെ, ഇന്ന് ആ ഭാഗ്യം കിട്ടി. ഞാൻ വിചാരിച്ച എൻ്റെ വയസ്സുകാരനായിരിക്കും എന്ന് പിന്നെയാണ് അറിഞ്ഞത്. പിന്നെ ഐ കോൾഡ് ഹിം അളിയ ടുഡേ. എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ ഒരുപാട് മലയാളി ഓർമ്മകളുള്ള ആളാണ് കമൽ സാറ്. മലയാളത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു വരി ഓർക്കാമോ? ഏതെങ്കിലും? ഇവിടെ ആർക്കും അത് അറിയില്ലായിരിക്കും. ഗോപാലൻ സാറിന് മനസ്സിലാവും. താതയ്യൻ കാട്ടിലെ തക്കാളി കാട്ടിലെ തത്തമ്മ പണ്ടൊരു വീട് കെട്ടി, കല്ലല്ല ഓയ് മണ്ണല്ല, കല്ലല്ല മണ്ണല്ല മരമല്ല, കൽക്കണ്ടം കൊണ്ടൊരു വീട് കെട്ടി. ഇത് കണ്ണും കരളും എന്ന സിനിമയിൽ ബാലതാരമായ ഒരു നടൻ പാടിയ പാട്ടാണ്. വായിസ് കുറച്ച് ഗ്രഫായി പോയി, അത്രയേ ഉള്ളൂ. ബട്ട് സേതു സാറാണ് എന്നെ കേരളത്തിൽ 2 പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
ബാലനടനായിട്ടും പിന്നെ ലീഡ് ആക്ടറായിട്ടും ഇൻ കന്യാകുമാരി. യെസ്, ഐ ഹാവ് ലോട്ട് ഓഫ് മെമ്മറീസ് ഇൻ കേരള. താങ്ക് യു. എത്ര ക്ലാരിറ്റിയിൽ ഒരു മലയാള സോങ് വളരെ ചെറിയൊരു സമയത്തിൽ ഗംഭീര കായടി ഫോർ കമൽ സർ ഫോർ ബീങ് such a wonderful sport. And Kamal sir, And I had the opportunity of making my 5-year-old daughter sing this to Sethu sir. wow. And he had tears in his eyes. And I was so happy. I had tears too. അപ്പോൾ ആ കൊച്ചുകുട്ടി നോക്കിയാണ്, ഈ വയസ്സന്മാർ എന്തിനാ പറയുന്നത്? I just sang a good song. We know, we have a lot of memories. Thank you. Yeah, your question. ആൻഡ് ഓൾസോ കമൽ സാർ, ഇപ്പം കുട്ടികളെ പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, 6 വയസ്സിലുള്ള സിനിമയിലേക്ക് വന്ന ഒരു പഴയ കുട്ടി ഉണ്ടായിരുന്നു. 6 വയസ്സിൽ വന്ന ആ കുട്ടിയോട് ഇന്നത്തെ കമൽ ഹസൻ സാറിന് എന്താണ് പറയാനുള്ളത്? ആ 6 വയസ്സുള്ള സിനിമയിലേക്ക് കടന്നു വന്ന അല്ല, ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഐ ഹാവ് ലാസ്റ്റ് ദറ്റ് ഓണസ്റ്റി. ആ ചെക്കനുണ്ടായിരുന്ന ഓണസ്റ്റി ഇപ്പോൾ ഇല്ല. സോ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ടായില്ല. ബിക്കോസ് ഹി വിൽ ആസ്ക് ദ പെർട്ടിനന്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് എ ഗുഡ് ഓഡിയൻസ് വിൽ ആസ്ക്, ഹി വിൽ ആസ്ക്. ബട്ട് പതുക്കെ ഇങ്ങനെ വന്ന് ഐ ബിക്കം ബ്ലണ്ടഡ് എ ബിറ്റ്. ഹി വാസ് ഷാർപ്പ്. ബ്യൂട്ടിഫുൾ സാർ. അതോടൊപ്പം തന്നെ സാർ, ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ സിനിമ ആസ്വദിക്കുന്ന എല്ലാവർക്കും കമൽ സാറ് ഒരു 100% പെർഫെക്ഷനിസ്റ്റ് ആണ്. കമൽ സാറിന്റെ അങ്ങനെ ഒരു കാര്യമില്ല. ദർ ഇസ് ഓൺലി എക്സലൻസ്. യു കാൻ ബി പെർഫെക്റ്റ്. ദാറ്റ് ഇസ് ഹ്യൂബ്രിസ്. Everything is work in progress. This world is work in progress. Art is work in progress. Politics is work in progress. കഴിഞ്ഞിട്ടില്ല. പണി തീരാത്ത വീട്. ബ്യൂട്ടിഫുൾ. അഗെയിൻ മലയാളം ടൈറ്റിലോട്ട് തന്നെ വന്നു. ഒരു കാര്യം കൂടെ ചോദിക്കാൻ പ്രത്യേകിച്ചുള്ളത്, കമൽ ഹസൻ സാർ വിത്ത് സിംബു ഫേസ് ഓഫ്. இப்போ தமிழில் சொல்லட்டுமா மலையாளத்தில் சொல்லட்டுமா? ஓகே. கமல் சார். ஓகே, நான் சொல்கிறேன். ஒரு குழந்தை நட்சத்திரத்தை பற்றி பேசிகிட்டு இருந்தோம். இப்போ இன்னொரு குழந்தை நட்சத்திரத்தை பற்றி பேசுகிறோம். அவர் தான் எஸ்டிஆர். என்ன மாதிரியே அவர் வந்தவர். இன்னும் என் வயசு வரும்போது கிட்டத்தட்ட என் எக்ஸ்பீரியன்ஸ் இல்லை, கொஞ்சம் ஜாஸ்தியாக கூட இருக்கலாம், சொல்ல முடியாது. எப்போ வந்தார் தெரியாது. அவர் 3 4 இருக்கும். அப்படின்னா என்னை விட ஒரு வயசு ஜாஸ்தியாக இருக்கும்போது என் எக்ஸ்பீரியன்ஸ் அவருக்கு கண்டிப்பாக வந்தே தீரும். அதாவது அன்பீட்டபிள்னு ஒரு ஆர்டிஸ்ட் கிடையவே கிடையாது. அடுத்து வருவான். அதைத்தான் நான் காட்டுறேன் உங்களுக்கு. எனக்கு அதில் ஒரு வெக்கமும் கிடையாது. அப்படி காட்டித்தான் நான் வந்தேன். சிவாஜி சார் காட்டல, உங்களுக்கு என்ன? அந்த மாதிரி தான். ஸோ ஐ எம் ஒன்லி டூயிங், ஐ எம் காப்பிங் மை எல்டர்ஸ். அண்ட் எஸ்டிஆருக்கு நிறைய டேலண்ட் இருக்கு, ஆனால் அது இன்னும் கூடும். அடுத்த முறை நான் இங்கே வந்து பேசும்போது அந்த படத்தில் நான் இருந்தால் இதை விட ஜாஸ்தி அப்ளாஸ் எனக்கு கேட்கணும். That is the true cinema fan speaking. அவனே ஒரு கட்சி இல்லை. There is no bias. He just enjoys everything. That's what I'm doing now. Thank you. And one final question, Kamal sir. തഗ് ലൈഫിലിരുന്നോ അല്ലെങ്കിൽ കമൽ സാറിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 2 വരി, അറ്റ്ലീസ്റ്റ് ഒരു വരിയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫിലിം ഡയലോഗ് ഫ്രം തഗ് ലൈഫ്, എനിവേ ലൈക്ക്. അത് ട്രെയിലറിലുണ്ട്. നല്ല സൗണ്ട് സെറ്റപ്പ് സിസ്റ്റമും മിക്സിങ്ങും ഒക്കെ ഉണ്ട്. ഇതിൽ സാധാരണ വെറും ഡയലോഗാണ്. അത് ഇവർ പറയും June 6th, June 5th ആഫ്റ്റർനൂൺ പറയും എല്ലാവരും. And I like to hear those voices because I'm bored of my voice. Thank you. And sir, June 5th എല്ലാവരും തിയേറ്ററിലേക്ക് ആ മണി സാറിനെയും ആ കമൽ സാറിനെയും ആ AR റഹ്മാനെ വീണ്ടും ആസ്വദിക്കാനായിട്ട് എത്തുകയാണ്. ആ എല്ലാവരോടും ആസ് എ ഫൈനൽ വൈൻഡ് അപ്പ് തിങ് 2 വാക്കും കൂടെ പറഞ്ഞിട്ട് we will call it a night. Okay, I've watched this film many times. I'm going to watch it many more times before June 5th. So
on June 5th, I'll be watching you, all of you. I'm looking forward to it. I'm more eager than you are. പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. I relish it. I'm living this long only because of that applause. This is my tonic. And ആ അപ്ലാസ് ആർക്ക് കിട്ടിയാലും എനിക്കത് കേൾക്കും. അതിൽ ഞാനുമുണ്ട്, കയ്യടിയിലുമുണ്ട്. ഇഫ് ഓപ്പർച്യൂണിറ്റി പെർമിറ്റ്സ് മീ, I will be given a bit of that applause. അത്രയും മതി എനിക്ക്. ലവ് യു.